അല്ലാഹുവിലേക്ക് മടങ്ങുമോളെ. ഹലാലായ ഒരു ഭർത്താവിനെ നീ സ്വീകരിക്കുക. ഒരു ഭർത്താവ് എന്ന് പറയുന്ന ഉത്തരവാദിത്വമാണ്. It's a divine covenant. പടച്ചതമ്പുരാന്റെ നാമം ചൊല്ലിയുള്ള ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കലാണ് നിക്കാഹ് എന്ന് പറഞ്ഞ അസവ്വജ്തുക വൻകഹ്തുക എന്ന് പറഞ്ഞ് ഖബിൽതു മിൻക നിക്കാഹഹ വതസ്വീജഹ ബിഹാദൽ മഹരി എന്ന് പറയുമ്പോൾ ആ പെണ്ണിന് അവളിൽ നിന്ന് ജനിക്കുന്ന മക്കളുടെ ഔദ്യോഗിക പിതാവ് ഇവനാണ്. അവളുടെ ഔദ്യോഗിക ഗാർഡിയൻ ഇവനാണ്. അവളെ രക്ഷിക്കേണ്ടത്, അവളെ സംരക്ഷിക്കേണ്ടത്, അവൾക്ക് ഇമോഷണൽ, ഫിസിക്കൽ, ഇക്കണോമിക്കൽ സ്ട്രെങ്ത് നൽകേണ്ടത് ഇവനാണ്, ഈ ഭർത്താവാണ്. ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ഒരു ഭർത്താവിന് കഴിയില്ല. നിക്കാഹ് ചൊല്ലിക്കഴിഞ്ഞാൽ കാമുകന് ഒഴിഞ്ഞുമാറുക എളുപ്പമാണ്, റോഡ് സൈഡിൽ ഇട്ടേച്ചു പോകും. അതുകൊണ്ട് ദീൻ പറഞ്ഞു, നിങ്ങൾ പ്രേമിക്കുകയാണെങ്കിൽ സീരിയസ് ആയിട്ട് പ്രേമിക്കുക. അതിനെ നിക്കാഹ് ചെയ്യാൻ പറഞ്ഞത്. അത് നിക്കാഹിലൂടെയാ. നിനക്ക് പ്രേമിക്കണോ, സീരിയസ് ആയിട്ട് പ്രേമിക്കുക. നിക്കാഹാകുന്നത് വരെ പ്രേമം. നിക്കാഹായി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇട്ടേച്ചൂടുക. പിന്നെ ആ കുട്ടിയോട് പാതിരാവ് നേരം പുലരുന്നവരെ, ആ കുട്ടിക്ക് എക്സാമിന് പോലും പഠിക്കാൻ പറ്റാത്ത വിധം ബുദ്ധിമുട്ടാക്കിയിട്ട് ഫോൺ കോൾ ചെയ്തിട്ട് നേരം വെളുപ്പിച്ച് ഉറങ്ങാൻ പറ്റാണ്ട് കോളേജിൽ പോയി പഠനമൊക്കെ തകരാറിലായി അവസാനം നിക്കാഹാണ് കഴിഞ്ഞപ്പോ വിളിയില്ല, വർത്താനമില്ല, തിരിഞ്ഞോക്കലുമില്ല. ഇത് കള്ളത്തരമാണ്. അതുകൊണ്ട് പറഞ്ഞു, നിക്കാഹിന്റെ മുമ്പ് നിങ്ങൾ സംസാരിക്കാൻ നിൽക്കണ്ട. എന്തേ? അതൊക്കെ ബഡായിയാണ്. പലതും പറയാലോ. കല്യാണം കഴിക്കുന്നതിന് മുമ്പല്ലേ നമ്മളെ ഹണിമൂൺ നമ്മൾ ന്യൂയോർക്കിലായിരിക്കും. ഇവിടെ അമേരിക്ക വിസ പോയി സൗദിന്റെ വിസ എടുക്കാൻ വന്നിട്ട് വകുപ്പില്ല എന്നൊന്നും പഠിച്ചോന്നറിയാം. പക്ഷെ പറയുമ്പോൾ എന്താ പറയാ, നമ്മൾ അങ്ങോട്ടാ പോകുന്നത്, നിന്നെ ഞാൻ അങ്ങനെ കൊണ്ടടക്കും, ഇങ്ങനെ കൊണ്ട്. അതുകൊണ്ട് ദീൻ പറഞ്ഞു, ഈ ബഡായി പറയാൻ വേണ്ടി നിങ്ങൾ വിവാഹത്തിന്റെ മുമ്പ് വർത്താനൊന്നും പറയണ്ട. നിക്കാഹ് ചെയ്തിട്ട് നീ പറയുന്നത് ഉത്തരവാദിത്വമുള്ള വർത്താനമാണ്, അതിന് വിലയുണ്ട്. അത് പറഞ്ഞാൽ മതി. അതിന്റെ മുമ്പ് വെറുതെ എന്തിനായി സ്വപ്നം പറഞ്ഞു കൊടുക്കുന്നത്, എന്തിനായി ഇല്ലാത്തത് പറഞ്ഞ് മോഹിപ്പിക്കുന്നത്? അതുകൊണ്ട് ഇസ്ലാമിന്റെ വീക്ഷണം എത്ര മനോഹരമാണ്.